പശ്ചിമേഷ്യയിലെ ഈ ക്രൈസിസ് എന്തുമാത്രം ഇവിടെ ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുമെന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നു. ഇപ്പോൾ UAE അല്ലെങ്കിൽ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ, സ്പെയിൻ, ഇവരൊക്കെ ചൈനയുമായിട്ട് ഈ പ്രശ്ന പരിഹാരത്തിനും ഒക്കെ ഇതിൻ്റെ പുതിയ ബദൽ വഴികളെക്കുറിച്ചുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഡീപ്പ് ഡിസ്കഷൻസ് നടത്തുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഗൾഫിലെ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ സൗദി അറേബ്യ ആയാലും അല്ലെങ്കിൽ ഖത്തർ, UAE, ബഹ്റൈൻ, കുവൈത്ത്, ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട അസോസിയേഷൻ അമേരിക്കയുമായിട്ടാണ്. അവരുടെ എല്ലാ നയതന്ത്ര നീക്കങ്ങൾക്കും അമേരിക്കയുടെ ഒരു വെറ്റിംഗ് ഉണ്ടാകും നമുക്കറിയാം. പക്ഷേ ഇത്തവണ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ സംരക്ഷണം നൽകേണ്ടുന്ന അമേരിക്ക തന്നെ അത് നൽകുന്നില്ല എന്ന് മാത്രമല്ല, അമേരിക്ക തന്നെ ചെയ്യുന്ന ചില ചെയ്തികളുടെ പേരിൽ അവർ വലിയ തോതിലുള്ള എക്കണോമിക് ക്രൈസിസ് അനുഭവിക്കുകയും ചെയ്യുന്നു. സുരക്ഷാ പ്രശ്നമുണ്ട്, ഒപ്പം തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രശ്നത്തെ അവർ അഭിമുഖീകരിക്കുകയും ചെയ്യുകയാണ്. സോ അവർ ഇപ്പോൾ ചൈനയുമായിട്ട് നടത്തുന്ന ഈ ഡിസ്കഷൻസിന് അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ ലോകക്രമ മാറ്റത്തിൻ്റെ സൂചനകൾ അതിനകത്തുണ്ടോ? അത് അമേരിക്കയെ എന്തുമാത്രം നയതന്ത്രപരമായി പിന്നോട്ടടിപ്പിക്കുന്ന ഒന്നായിരിക്കും? ഈ ക്വസ്റ്റൻ അവിടെ ഉണ്ടല്ലോ. അജിൻസ് എന്താണ് തോന്നുന്നത്? ഈ ചൈനയുടെ ഒരു റോൾ എന്തുമാത്രം വലുതാവുന്നുണ്ട്? ഓക്കെ, ചൈന ഒരു 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 യുദ്ധത്തിലേക്ക് നേരിട്ട് ആയുധങ്ങളുമായിട്ട് ഇറങ്ങാനുള്ള സാധ്യത ഒരു ഘട്ടത്തിലില്ലാന്ന് തന്നെ വിചാരിക്കണം. ആ ഒരു സമീപനം രാഷ്ട്രീയമായുള്ള രാജ്യമല്ല ചൈന. പക്ഷേ ചൈനയുടെ ഒരു റീജിയണലി അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ചൈന ഒരു പവറായി മാറാനുള്ള സാധ്യതയിലേക്ക് ഏതെങ്കിലും നിലയ്ക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ ഈ ഡെവലപ്മെൻറ്റ്സ്? സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ഉണ്ടായ ഏകധ്രുവ ലോകക്രമം എന്ന് നമ്മൾ പറയപ്പെടുന്ന കാര്യം അവസാനിച്ചിരിക്കുന്നു. അത് അവസാനിച്ചപ്പോഴാണ് അഫ്ഗാനിൽ നിന്നും ഇറാഖിൽ നിന്നും അമേരിക്ക പിന്മാറാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഏകധ്രുവ ലോകക്രമം ഇല്ലാതായി. ലോക പോലീസ് എന്ന് പറയുന്ന ആ പൊസിഷൻ അമേരിക്ക ഇല്ലാതായി കഴിഞ്ഞു. കാരണം അവർ തോറ്റാണ് പിന്മാറിയത്. അഫ്ഗാനിൽ നിന്ന് താലിബാനെ പുറത്താക്കാൻ വേണ്ടി 12 വർഷം യുദ്ധം ചെയ്തു. താലിബാൻ അവിടെ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ 12 വർഷം എന്തിനു യുദ്ധം ചെയ്തു? അമേരിക്ക ലോക സൈനിക ശക്തിയാണെങ്കിൽ എന്തിനാണ് അഫ്ഗാൻ ഇൻവേഡ് ചെയ്ത്? എന്തിനാണ്? അതിനൊരു ലോജിക്കലായ മറുപടിയുണ്ട്. എന്തിന് ഇൻവേഡ് ചെയ്തു? അവർ തിരിച്ചു വന്നപ്പോൾ അവർ തിരിച്ചു വന്നു. ഇറാഖ് ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അവിടെ ആക്രമണം നടത്തി, അവിടുത്തെ ഭരണാധികാരിയെ കൊന്നു. എന്നിട്ട് ഇറാഖ് ഇപ്പോൾ എന്താണ്? ഇറാൻ്റെ ഒരു കളിത്തൊട്ടിലായി മാറി. അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു രാജ്യത്തിൻ്റെ ഒരു ഡെന്നായി ഇറാഖ് മാറി. ഈ 2 യുദ്ധങ്ങൾ കൊണ്ട് ഒന്നും നേടാതെ തിരിച്ചുപോയ അമേരിക്ക അതിനുശേഷം എന്താണ് ലോകത്ത് സംഭവിച്ചത്? ലോകത്തെ പ്രധാനപ്പെട്ട വൻ ശക്തികളായി ചൈന, സൈനിക ശക്തി മാത്രമല്ല രാഷ്ട്രീയ ശക്തികളായി ചൈനയും റഷ്യയും തുർക്കിയും ഒക്കെ മാറുന്ന കാഴ്ചയാണ്, ഇന്ത്യയൊക്കെ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നുള്ളതൊരു മൾട്ടിപോളാർ വേൾഡാണ്. ആ മൾട്ടിപോളാർ വേൾഡാണെന്നുള്ള സത്യം ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും അറിയാം. പക്ഷെ അത് മനസ്സിലാവാത്തത് അമേരിക്കയും ട്രംപിനുമാണ്. അവരിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്താണ് ഇതൊരു മൾട്ടിപോളാർ വേൾഡാണെന്നും അവിടെ പലതരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടെന്നും അവർക്കൊക്കെ വോയിസ് ഉണ്ടെന്നും ആ വോയിസ് ഉറക്കെ കേൾക്കാൻ തുടങ്ങിയെന്നും. ആ വോയിസ് ഉറക്കെ കേൾക്കാൻ തുടങ്ങിയതിൻ്റെ കാര്യമാണ് ചൈന ഇപ്പോൾ ഉറക്കെ സംസാരിച്ചു തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ ഇറാൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം GCC രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തിയപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേറെ ഏത് രാജ്യങ്ങളിലും അവൻ ആക്രമിച്ചാൽ അവർ തിരിച്ചടിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ആ രാജ്യത്തിന് യുദ്ധം ചെയ്യുന്നവരോടൊപ്പം നിൽക്കും സൈനികമായി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന GCC രാജ്യങ്ങൾ ഒരിക്കലും തിരിച്ചൊരു അഗ്രഷൻ അവർ തയ്യാറായിട്ടേ ഇല്ല എന്ന് മാത്രമല്ല പരമാവധി സംയമനം പാലിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ കുറച്ചൊക്കെ അഗ്രസീവായിട്ട് പിന്നെ അവർ UAE ആണ്. UAE എന്ത് ചെയ്യുന്നു? ഹോർമുസ് കടലെടുത്ത് തുറക്കാൻ വേണ്ടി ഒരു പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചു. അതവിടെ ബഹ്റൈൻ UAE ആണ് എന്ത് ചെയ്യുന്നത്? കുറേ കൂടി ഹോർമുസ് കടലെടുക്ക് തുറക്കാൻ വേണ്ടി മറ്റേ ഒരു നാവിക സഖ്യം ഉണ്ടാക്കണമെന്ന പ്രപ്പോസൽ വയ്ക്കുകയും അതും പരാജയപ്പെടുകയാണ് ചെയ്തത്. അതർവൈസ് സൗദി, ഖത്തർ, ഒമാൻ പോലുള്ളവ കുറേ കൂടി ഒരു മീഡിയേഷൻ്റെ മാർഗ്ഗമാണ് അവർ സ്വീകരിക്കുന്നത്. പക്ഷേ ആ രാജ്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അവർ മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണ്. അപ്പോൾ സൗദിയെ സംബന്ധിച്ചാണെങ്കിൽ സൗദിയുടെ മുഴുവൻ സെക്യൂരിറ്റി അമേരിക്കയുമായിട്ടുള്ള കരാറിൻ്റെ പുറത്താണ്. എല്ലാ അർത്ഥത്തിലും ആയുധം വാങ്ങുന്നതായാലും അവരുടെ സെക്യൂരിറ്റി ആണെങ്കിലും എല്ലാം. അവരിപ്പോൾ കുറേ കൂടി എയർ ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടി കൊറിയയെ ആശ്രയിക്കുന്നു, ചൈനയെ ആശ്രയിക്കുന്നു, ഇന്ത്യയെ പോലും ആശ്രയിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനുള്ള കരാറിന് വേണ്ടി ആലോചിക്കുന്നു. അപ്പോൾ അവർ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ്. അവരിനി അമേരിക്കയെ മാത്രമായി ആശ്രയിച്ച് ഞങ്ങളുടെ സുരക്ഷ ഇനി നിലനിൽക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അത് അവർക്ക് മാത്രമല്ല ഖത്തറിനും ഒമാനും UAEക്കും എല്ലാം മനസ്സിലാവുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഏകധ്രുവ ലോകക്രമം പൊളിയുക എന്ന് മാത്രമല്ല അമേരിക്കയുടെ എല്ലാ കാലത്തെയും വലിയ കൂട്ടാളികളായ GCC രാജ്യങ്ങൾ, അവരുടെ സൈനിക താവളമുള്ള GCC രാജ്യങ്ങൾ മറ്റ് ഓപ്ഷൻസിനെ പറ്റി ആലോചിക്കുന്നു എന്ന് വരുന്നത് ഈ മുമ്പ് നിഷാദ് സൂചിപ്പിച്ച ഏകധ്രുവ ലോകക്രമം പൊളിയുന്നതിൻ്റെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി മാറുകയാണ്. അപ്പോൾ GCC രാജ്യങ്ങൾ ഇതിനർത്ഥം നാളെ മുതൽ അമേരിക്കയായിട്ടുള്ള എല്ലാ കരാറുകളും അവസാനിപ്പിക്കുന്നു, അവരോട് യാതൊരു ഇടപാടും ഇല്ല, അങ്ങനെയല്ല. അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൈൽ സമീപനം സ്വീകരിക്കുന്നു, അങ്ങനെയുമല്ല. അവർ എന്താണ് മറ്റ് ഓപ്ഷൻസ് കൂടി തേടുന്നു. അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതോടൊപ്പം തന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ അമേരിക്കയുമായി സുരക്ഷാ കരാറുള്ളതോടൊപ്പം തന്നെ മറ്റ് വഴികൾ തേടുന്നതിൻ്റെ അർത്ഥം അമേരിക്ക ദുർബലമാവുന്നു എന്നാണ്. ഇവർക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു.
അമേരിക്ക കുറേ കൂടി ദുർബലമാവുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് മാത്രം നാളെ എന്നാൽ അമേരിക്ക പരാജയപ്പെട്ടു, സോവിയറ്റ് യൂണിയൻ തകർന്ന പോലെ അമേരിക്കയും തകർന്നു വീഴും, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. അങ്ങനെയല്ല. അമേരിക്ക ഒരു രാജ്യം മാത്രമാണ്. അമേരിക്ക ഈ 140 രാജ്യങ്ങളിൽ UN അംഗരാജ്യങ്ങളെ പോലെ ഒരു രാജ്യം മാത്രമാണ് എന്ന അവസ്ഥയിലേക്ക് അവരെത്തുന്നു എന്നുള്ളതാണ്. അത് മറ്റു രാജ്യങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെ ഉള്ളപ്പോൾ തന്നെയാണ് ഇതൊക്കെ ഈ ഏകധ്രുവ ലോകക്രമം അസ്തമിച്ച് ലോക ചട്ടം വിസ്ഥാനകം പോയതിന് ശേഷമാണ് വെനസ്വേലയിൽ നിന്ന് അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുവന്ന് US കൊണ്ടുപോയി തടവിലാക്കിയിട്ടുള്ളത്. അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. പക്ഷേ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയും അത് ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാലം വരണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ നിലവിൽ തന്നെ ഒബ്സലീറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് UN. ഇപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഗസ യുദ്ധത്തിൻ്റെ ഗസയിലെ ആക്രമണത്തിൻ്റെ സമയത്ത് UN എന്ത് ചെയ്യുന്നില്ല, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ആളുകൾ നമ്മൾ തന്നെ ഇവിടെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തിനാണ് UN പ്രസക്തി എന്നാണ് നമ്മൾ ഇന്ന് ഇറാൻ സംഘർഷത്തിൻ്റെ സമയത്ത് UN എന്നൊരു വാക്കാരെങ്കിലും മിണ്ടുന്നുണ്ടോ? UN എവിടെയെന്നാരെങ്കിലും ചോദിക്കുന്നുണ്ടോ? UN സെക്രട്ടറി ജനറലിൻ്റെ ഒരു പ്രസ്താവന, ഒരു വരി പ്രസ്താവന പുറത്തു വന്നോ? ഇല്ല. ഒരു പത്രക്കുറിപ്പ് പോലും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അപ്രസക്തമായി മാത്രമല്ല, മറ്റ് ഓപ്ഷൻസ് UN വേണ്ടി മറ്റ് ഓപ്ഷൻസ് തേടുന്ന രീതിയിലേക്ക് ഈ ലോകക്രമം മാറുകയാണ്. UN ഒരു തിരോധാനവും പുതിയ എന്തെങ്കിലും ഒരു സെറ്റപ്പ് വരുന്നു ആയിരിക്കും ഇനി ഈ പറയുന്ന ഏകധ്രുവ ലോകക്രമം പുതിയ ലോകക്രമത്തിൽ ഉണ്ടാകാൻ പോകുന്നു. പുതിയ ലോകക്രമം എന്ന് പറയുന്നത് UN ഇല്ലാത്തൊരു ലോകക്രമമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജിമ്മി, സത്യം പറഞ്ഞാൽ ഇപ്പം അമേരിക്ക ചെയ്യുന്ന ഈ യുദ്ധം ഉണ്ടാക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ്, അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്ന ഗ്രിപ്പ്, അത് അമേരിക്കയ്ക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇതിനകത്ത് ഒരു പ്രശ്നം, ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ പാഠം പഠിച്ചില്ലെങ്കിൽ ഇനി എന്നാ പാഠം പഠിക്കുന്നത്? 1971 പെട്രോ ക്രൈസിസിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളുമായി ഒരു കരാർ വയ്ക്കുന്നത്, പ്രധാനമായും സൗദിയും അതുപോലെ തന്നെ UAE-യുമായിട്ടും. ലോകത്തെവിടെയും നിങ്ങൾക്ക് ഓയിൽ വിൽക്കാം, പക്ഷേ അത് ഡോളറിലായിരിക്കണം. അപ്പോൾ ആ ഡോളർ നമുക്ക് ഒരുമിച്ച് ഒരു വലിയ ഒരു സംരംഭം കെട്ടിപ്പടുക്കാം. അങ്ങനെ ഡോളറിലേക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണന സാധ്യതയുള്ള സാധനമായ എണ്ണ മാറുന്നു. അതോടുകൂടി നല്ല കാലം തുടങ്ങുന്നു. ലോകത്തിൻ്റെ നാണയമായി ശരിക്കും കുറച്ചുകൂടെ ശക്തമായി ഡോളർ മാറുന്നു. പെട്രോ ഡോളർ എന്നൊക്കെ വിളിക്കുന്ന സാധനമാണ്. അവിടുന്ന് ഇത് കുറേ കാലം ഒരു പ്രശ്നവുമില്ലാതെ തുടർന്നുകൊണ്ട് പോവുകയും പകരം പ്രൊട്ടക്ഷൻ കൊടുക്കുകയും എല്ലാ തരത്തിലുള്ള പിന്തുണ കൊടുക്കുകയും ഗൾഫിലെ മുഴുവൻ രാജ്യങ്ങളുടെയും രാഷ്ട്രീയ സംവിധാനത്തെ അമേരിക്ക കാത്തു സൂക്ഷിക്കുക തൊട്ടിട്ടില്ല. അതേസമയം മറ്റു പലയിടത്തും രാജ്യങ്ങൾ സർക്കാരുകൾ വീഴുന്നൊക്കെ നമ്മൾ കാണുന്നു. ജനാധിപത്യ വിപ്ലവം നടത്തുന്നുണ്ട്. വേറെ ഇവിടെ തൊട്ടില്ല. ഇത് വളരെ സ്മൂത്തായിട്ട് പൊക്കോണ്ടിരുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് അമേരിക്കയുടെ വീണ്ടുയർന്ന് തുടങ്ങുന്ന സത്യത്തിൽ ഇപ്പോഴല്ല, 2010 കഴിയുമ്പോഴേക്കും അമേരിക്ക ഗൾഫ് മാറി ചൈനയാണ് നമ്മുടെ ശത്രു എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഫോക്കസ് ഷിഫ്റ്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് അഫ്ഗാനിൽ നിന്ന് പിന്മാറാനൊക്കെ ശ്രമിക്കുന്നത്. ആ ഏരിയ മുഴുവൻ അമേരിക്ക വിടുകയാണ് എന്ന മറ്റുള്ളൊരു വലിയ ചർച്ച ലോകത്തുണ്ടായിരുന്നു. ഈ സമയത്താണ് ഗൾഫ് രാജ്യങ്ങൾ ആദ്യമായി അവരുടെ വേൾഡൊരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് ആലോചിക്കുന്നത്. അവിടെയാണ് എബ്രഹാം അക്കോർഡ് ഉണ്ടാകുന്നത്. ഇസ്രായേലിനെയാണ് അവരവരുടെ ഒരു പ്രധാനപ്പെട്ട സഖ്യശക്തിയെ കണ്ടത്. ഒരു കാലത്ത് ആലോചിക്കാൻ പോലും പറ്റാതിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് ഇറാനുമായി കൈകോർക്കാം. എബ്രഹാം അക്കോർഡ് പല രാജ്യങ്ങളും ഒപ്പിട്ട് തുടങ്ങി. ചില രാജ്യങ്ങൾ ആലോചിച്ചു തുടങ്ങി. ഇത് വേറെ തരത്തിലുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് സംഭവിക്കുകയായിരുന്നു ഗൾഫിൽ. അമേരിക്ക ഗൾഫ് ഉപേക്ഷിക്കുകയാണ്. അമേരിക്കയ്ക്ക് സത്യത്തിൽ ലോകം ഇലക്ട്രിക് കാറുകളിലേക്കും ഊർജ്ജത്തിൻ്റെ മറ്റ് സ്രോതസ്സുകളിലേക്ക് വരികയും അമേരിക്ക എണ്ണയിൽ സെൽഫ് സഫിഷ്യൻ്റ് ആയതുകൊണ്ട് ഇത് വലിയ പ്രശ്നമല്ല, പിന്നെ ഇത് ആവശ്യമില്ലാത്തൊരു ഒരു ബേർഡനാണെന്നൊരു ചിന്ത വരുമ്പോഴാണ് ഗൾഫ് രാജ്യങ്ങൾ സ്വന്തമായി സൈന്യങ്ങളെ സജീവമാക്കാനും ഇപ്പോൾ ഗൾഫിലെ ചില രാജ്യങ്ങൾ മറ്റ് ചില രാജ്യങ്ങളിലെ തീവ്രവാദ സംഘങ്ങളെ ഫണ്ട് ചെയ്യുന്ന അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഇറാൻ്റെ കയ്യിൽ നിന്ന് സൈനിക സഹായം തേടുക, ഇറാൻ്റെ കയ്യിൽ നിന്ന് എല്ലാ പിന്തുണയും നേടുക. ഇതാണ് സത്യത്തിൽ ഗസയിലെ ആദ്യം ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുകയും തിരിച്ച് ഗസ ആക്രമണം എന്നുകൊണ്ട് ഇത് പൊളിയാണ് ചെയ്തത്. സത്യത്തിൽ ഇത് ഇറാൻ്റെ ബുദ്ധിയാണ് എന്നൊക്കെ അന്ന് വളരെ വലിയ ചർച്ചയുണ്ടായിരുന്നു. ഈ എബ്രഹാം അക്കോർഡിൻ്റെ ആ സീരീസ് പൊളിക്കുകയാണ്. ഇപ്പോൾ എന്താ അത് പൂർണ്ണമായും പൊളിഞ്ഞു. അപ്പോൾ ഇനി ഗൾഫ് രാജ്യങ്ങൾക്ക് ആരാണ് രക്ഷ? ട്രംപിനെ ഒരു കാലത്തും വിശ്വസിക്കാനാവില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞില്ലേ? യുദ്ധം തീരുമ്പോൾ എന്താ അവസ്ഥ? ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ 100% അവരുടെ പണം ഒഴുകുന്ന അവരുടെ എണ്ണ അവർക്ക് വിൽക്കാൻ കൊണ്ടുവന്ന സ്ഥലം ഇറാൻ്റെ കയ്യിലായി. ഇതിൽ കൂടുതൽ എന്താ സംഭവിക്കുക? ഒന്നുകിൽ ഇറാൻ പൂർണ്ണമായും തകരണം, ഇറാനെ ഭസ്മീകരിക്കണം. സത്യത്തിൽ ഗൾഫിലെ 2 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഈ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ പോലും അമേരിക്കയ്ക്കൊപ്പം ഉറച്ചു നിന്നു എന്നൊരു കഥയുണ്ട്. എല്ലാ രാജ്യങ്ങളും അങ്ങനെ അല്ലെങ്കിൽ പോലും. കാരണം ഇത് പ്രശ്നമാണ്. ഇങ്ങനെ പകുതി വെച്ചിട്ട് നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. ഇത് നിർത്തും, ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് തുടങ്ങിയത് അമേരിക്കയും ഇസ്രായേലും. ഇപ്പോൾ അത് നടക്കാനുള്ള യാതൊരു സാധ്യതയില്ല. ഇനി എന്താ പോസിബിലിറ്റി? 2 സാധ്യതകളാണ്. എങ്ങനെയാണ് ഇസ്ലാമാബാദിലെ ചർച്ച നടന്നത്?
പാകിസ്ഥാൻ ഇങ്ങനൊരു വിഷയം സജീവമാക്കുന്നു. പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി നേരെ ചൈനയിൽ പോകുന്നു, അവിടെ നിന്ന് നേരെ റഷ്യയിൽ പോകുന്നു. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അരാക്ചി റഷ്യയിൽ പോകുന്നു. ഇങ്ങനെ ഈ 3 ആളുകളും കൂടെ ചേർന്നിട്ടുണ്ടാക്കിയ ഒരു ഏകദേശ സമാധാന കരാർ, അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് അണിയറകൾ എന്ന ഗൾഫ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഇതെല്ലാം ചേർന്നാണ് ചർച്ച നടന്നത്. ഈ അച്ചുതണ്ട് ഇനി സജീവമാകാൻ പോവുകയാണ്. ഇതാണ് ഇതിനകത്തെ ക്രച്ച്. ഗൾഫ് രാജ്യങ്ങൾ, പാകിസ്ഥാൻ, ചൈന, റഷ്യ ഈ സമയത്താണ് ഇപ്പോൾ ഇത് ഹോട്ട് ലൈനായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് സജീവമാകാൻ പോവുകയാണ്. UAE-യുടെ കിരീടാവകാശി ഇപ്പോൾ എവിടെയാണ്? ബെയ്ജിങ്ങിലാണ്. ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ എവിടെയാണ്? ബെയ്ജിങ്ങിലാണ്. ഇറ്റലിയുടെ, അതായത് ഈ യുദ്ധത്തിൽ ഒരു കാരണവശാലും അമേരിക്കയുമായി നമ്മൾ കൈകോർക്കില്ല എന്ന് പറഞ്ഞ സ്പെയിൻ്റെ ചർച്ചകൾ നടക്കുന്ന, സ്പെയിൻ്റെ ആളുകൾ പോയിരിക്കുന്നത് എവിടെയാണ്? ബെയ്ജിങ്ങിലാണ്. എല്ലാം ബെയ്ജിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു പുതിയ സാധ്യതയുണ്ട്. ഇത് മാത്രമാണോ? ടാരിഫ് വാർ വഴി ട്രംപ് വെറുപ്പിച്ച അദ്ദേഹത്തിൻ്റെ അലൈസ് ഉണ്ട്, ഒരു വലിയ കൂട്ടം യൂറോപ്പ്. ഇവരങ്ങോട്ടായിരിക്കും പോവുക മിക്കവാറും. അവർക്കും അവനവൻ്റെ കാര്യത്തിൽ മാത്രം ഇടപെടുന്നുവെന്ന് ഇതുവരെ പറയുന്ന ചൈനയായിരിക്കാം അവരുടെ സ്വാഭാവികമായ അലൈ. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഈ ട്രംപിൻ്റെ ഫ്രണ്ടായിട്ടുള്ള, ജിയുടെ ഫ്രണ്ടായിട്ടുള്ള ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, എന്താ ഒരു മെലാനിയ, അവർ ഇന്ന് രാവിലെ ഇസ്രായേലുമായിട്ടുള്ള ആയുധ കരാർ അങ്ങ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അതെ, ഒരു കാരണവശാലും വിശ്വസിക്കാനാവാത്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. അപ്പോൾ നോക്കൂ, എല്ലാ ലോകത്തിലെ മുഴുവൻ ട്രംപ് വന്നതിന് ശേഷം ഉണ്ടായ ലോകത്തിൻ്റെ മുഴുവൻ സാഹചര്യം ട്രംപിൻ്റെ ചെയ്തികൾ കൊണ്ടുകൂടി ഇതെല്ലാം ചൈനയ്ക്ക് അനുകൂലമായി മാറുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ സാധ്യതയില്ലാത്ത, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു സ്റ്റേബിളായിട്ടുള്ള, വെളിവുള്ള ഒരു ലോകശക്തി അതായി മാറുന്നു ചൈന. ഈ ഹെൻറി കിസിഞ്ചറുടെ ഒരു വാചകം ഈ അടുത്ത കാലത്തായിട്ട് ഭീകരമായി ഉപയോഗിക്കുന്നുണ്ട്. ഇഫ് യു ആർ എൻ എനിമി ഓഫ് അമേരിക്ക യു ഷുഡ് ബി ഇറ്റ്സ് ഡേഞ്ചറസ്, ബട്ട് ഇഫ് യു ആർ എ ഫ്രണ്ട് ഇറ്റ്സ് ഫെയ്റ്റൽ. അവസാനം നിന്നെ പണി തന്നിട്ട് പോകുമെന്നാണ് പറഞ്ഞത്. അതുപോലെ സംഭവിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു പുതിയൊരു സഖ്യം വരികയാണ്. ട്രംപിൻ്റെ ഓരോ ചെയ്തികളും തിരിഞ്ഞു കൊത്തുന്ന ഒരു സവിശേഷമായ സാഹചര്യം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോലും ഇറാനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെങ്കിൽ ഒരൊറ്റ ശക്തി വിചാരിച്ചാൽ നടക്കുള്ളൂ, ചൈനയ്ക്ക് മാത്രമേ അത് കഴിയൂ. പിന്നെ റഷ്യയും. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ഒമാൻ കടലിൽ ചൈനയുടെ ഒരു വലിയ കപ്പൽ, ചാരക്കപ്പൽ, അതായത് റഡാറും ഒക്കെ ആയിട്ട് ഒരു നിമിഷം 200-250 മിസൈലുകൾ അല്ലെങ്കിൽ ഫോറിൻ ബോഡീസിൻ്റെ മൂവ്മെൻറ്റ്സിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന, അവിടുന്ന് വരുന്ന മിസൈലുകളുടെ മുഴുവൻ ഇൻഫർമേഷനും ഇറാന് കൊടുക്കുന്നു എന്ന് കരുതുന്ന ഒരു ചാരക്കപ്പൽ അവിടെ കിടപ്പുണ്ട്. സാറ്റലൈറ്റിൽ വഴി റഷ്യ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇറാൻ്റെ ന്യൂക്ലിയർ സ്റ്റേഷൻസിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ റഷ്യ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇതൊരു കൺട്രോൾഡ് യുദ്ധമാണെന്നും അവരാണ് റിമോട്ടിലിരിക്കുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് നിർത്താൻ പിന്നെ ആരെടുത്താണ് പോവുക? അമേരിക്ക ഒറ്റപ്പെടുന്ന, അമേരിക്കയുടെ സുഹൃത്താകുന്നത് ഫെയ്റ്റലാണെന്ന് ഹെൻറി കിസിഞ്ചർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് മനസ്സിലായ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളും അവരുടെ പ്രശ്നമാണ്. ഇപ്പോൾ ഇന്ന് ഈ യുദ്ധം, ഈ ചർച്ച, ഇസ്ലാമാബാദ് ചർച്ച, പിന്നെ വിയന്നയിൽ ചർച്ച, അത് കഴിഞ്ഞ് ജനീവയിൽ ചർച്ച ഈ ചർച്ച നടന്നുകൊണ്ട് പോയാൽ ഹോർമൂസ് കടലുക്ക് അങ്ങനെ തന്നെ കിടക്കും. ഹോർമൂസ് കടലുക്ക് തുറക്കില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഗൾഫിൻ്റെ നട്ടലാണ്. അപ്പം ഇതൊക്കെ നമ്മളെയും വല്ലാതെ ബാധിക്കും. നമ്മുടെയും കൂടെ അവസ്ഥയാണ്. ഗൾഫിൽ വലിയ പ്രതിസന്ധിയിലേക്ക് അവർ നീങ്ങുകയാണ്. ആ പ്രതിസന്ധി യുദ്ധം അവസാനിച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തീരില്ല, ഇനിയും പ്രശ്നമാണ്. ഒരു ദിവസം എക്സ്ട്രാ വന്നാൽ ചിലപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് ഒരു 3 മാസം വരെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു ലോക സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ വേറെ എന്താ ചെയ്യുക? വളരെ കൃത്യമായി ചൈനയ്ക്ക് അനുകൂലമായ ലോക സാഹചര്യം അമേരിക്കയായിട്ട്, ട്രംപായിട്ട് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അമേരിക്ക വന്നപ്പെട്ടിരിക്കുന്ന കുടുക്ക് പല ഡയമെൻഷൻസ് ഉള്ള ഒന്നാണെന്ന് മനസ്സിലാക്കണം. സൈനികമായി അവർക്കുണ്ടാകുന്ന ഒരു ഭയങ്കര എക്സ്പെൻസീവ് ആണുള്ള ഒരു സംഗതിയുണ്ട്. ഇത്തരം ഈ കോൺഫ്ലിക്റ്റിനകത്ത് കുടുങ്ങുന്നത് അമേരിക്കക്കകത്ത് ആഭ്യന്തരമായി, രാഷ്ട്രീയമായി അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കുന്ന പ്രശ്നമുണ്ട്. ആൻഡ് ഫൈനലി അമേരിക്ക ഒരിക്കലും ആഗ്രഹിക്കാത്ത ചൈനയുടെ സാധ്യതകൾ, അവർക്ക് കിട്ടുന്ന പുതിയ സ്വീകാര്യത എന്ന പ്രശ്നവും അവിടെ ഉയർന്നു വരികയാണ്.